ഗായ്സ്, അപ്പോൾ ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഇടുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഒരു വീഡിയോ എടുത്തോട്ട് പറഞ്ഞ് ഓടി ചെന്നതാണ്. അപ്പോൾ ഈ ഒരു പുളിഞ്ചിക്ക് പറ്റിയിട്ട് എല്ലാവർക്കും അറിയില്ല, അത് നമ്മളെ നാട്ടിൽ ആനപ്പുളിഞ്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ അച്ചാറിടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ആദ്യം ഒരു ഉരുളിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ എണ്ണയിലോട്ട് ഒരു പീസ് നല്ലൊരു വലിയ പീസ് കായ ഇട്ട് കൊടുത്ത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്മ ഇങ്ങനെയൊക്കെ അച്ചാർ ഉണ്ടാക്കുന്നത്. കായ നല്ലപോലെ ഒന്ന് വേവിച്ചാണോ വേവിച്ച് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് അലിയുന്ന കണക്ക് വരും. അങ്ങനെ ആ കായത്തിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റി അതിനുശേഷം ആ പാത്രത്തിലോട്ട് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് മൂപ്പിച്ചെടുത്ത് അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടുവേ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അമ്മ അതിനകത്തോട്ട് കാന്താരിമുളക് ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് തോന്നി മാറി നിന്ന് പൊട്ടിത്തെറിക്കുന്നു. പിന്നെ ആ കായവും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറേ അധികം കറിവേപ്പില ഇട്ട് കൊടുത്ത്. കറിവേപ്പിലേക്ക് ഞങ്ങൾക്ക് എന്നിട്ട് നഷ്ടവുമില്ല, കാരണം വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് കറിവേപ്പിലയൊക്കെ കുറേ ഇടും എല്ലാത്തിനകത്തും. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് അധികം മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ അളവ് ഒരു 3 ടേബിൾ സ്പൂൺ ആണെന്ന് തോന്നി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടി ഒരു കുഞ്ഞ് ടീസ്പൂണായിരുന്നു, അതിട്ട് കൊടുത്ത് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് 3. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് പിന്നെ അച്ചാറിന് എന്തായാലും ഇച്ചിരി ഉപ്പ് കൂടിയാണ് ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് നോക്കിയിട്ടൊക്കെ ഇടാം. അപ്പോൾ അമ്മ നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കരിയാതെ നോക്കണമെന്നൊക്കെ അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അമ്മ അത് നല്ലപോലെ മിക്സ് എടുത്തിട്ട് അമ്മ ഇനി അതിനകത്തോട്ട് എന്തൊഴിക്കുമെന്ന് നമുക്ക് നോക്കാമേ. എനിക്ക് അമ്മ ഇടുന്ന അച്ചാറെല്ലാം ഭയങ്കര ഇഷ്ടം. ഫേവറേറ്റായിട്ട് എനിക്കുള്ളത് പുളിഞ്ചിക്ക അച്ചാർ, നമ്മളെ നോർമൽ പുളിഞ്ചിക്ക, മാങ്ങ അച്ചാറും പിന്നെ നാരങ്ങ അച്ചാർ, ഒരുവിധം എല്ലാ അച്ചാറും എനിക്കിഷ്ടമാണ്. അതിനുശേഷം അമ്മ അതിനകത്തിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളയ്ക്കാൻ വെക്കും. നല്ലപോലെ തിളച്ച് വരുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ അമ്മയുടെയൊക്കെ അച്ചാർ ഇഷ്ടമാണെന്നൊക്കെ പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോനെയൊന്നും കഴിക്കില്ല. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ദിവസം അമ്മ ഇത് മാറ്റിയിട്ട് ഇതിനകത്ത് എനിക്ക് ചോറിട്ട് തരും. ചില സമയത്ത് അമ്മ വാരിത്തരും, ചില സമയത്ത് അമ്മ ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറയും പാത്രം എടുത്തുകൊണ്ട് ഇട്ട് തരാമെന്ന്. ഈ വട്ടം എനിക്ക് അങ്ങനെയാണ് തന്നത്. അതിനുശേഷം ഞാനത് കട്ട് ചെയ്ത് കൊടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഷേപ്പൊക്കെ വേണമെന്നിട്ട് ഈ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് അമ്മ അതിനകത്തോട്ടൊക്കെ ഇട്ട് കൊടുത്ത്. ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റ്. അച്ചാറിനകത്ത് നല്ല മധുരമുണ്ട്. അതിനെയൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്ത് ഇത് ഇന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് നാളെ അമ്മ അത് ബോട്ടിലാക്കിയിട്ട് എനിക്കിതിൽ ചോറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.